കൂടി ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന്റെ 6ാമത്തെ സെഷൻ ക്ലാസ് ആണ്. അപ്പോ നമ്മുടെ ക്ലാസ് എടുക്കുന്നത് ശ്രീ സജിത്ത് സി, ലെക്ചർ മെക്കാനിക്കൽ, ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ കൂടെ പാനലിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു എസ് കെ, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഷൈൻ സി എസ്, ലെക്ചർ GPTC ആറ്റിങ്. അതുപോലെ നമ്മുടെ അനൂപ് സർ, HOD മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, GPTC മഞ്ചേരിയും പാനലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ 4ാമത്തെ മോഡ്യൂളില് ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ്സ് എന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിന്റെയും അതുപോലെ തന്നെ 3rd, 4th മോഡ്യൂളിന്റെ ഗിയർ ഡ്രൈവ്സും കവർ ചെയ്തത് ബാക്കിയുള്ള സെക്ഷനുകളിൽ. ഇപ്പോൾ ഈ സെഷന്റെ പ്രത്യേകത, നിങ്ങൾക്ക് പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രീ സജിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് സാറിനെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മുടെ DME സപ്ലിമെന്ററി പോയിന്റ് ഓഫ് വ്യൂല് റിവിഷൻ സീക്വൻസ് നമ്മൾ നടത്തി. ഇത് 6ാമത്തെ ക്ലാസ് ആണ്, ഫൈനൽ ക്ലാസ് ആണ്. ഇത് ചെയ്തതിന്റെ ഒരു മെയിൻ ഉദ്ദേശം കുട്ടികളുടെ റിക്വയർമെന്റ് തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫെയിലായ ഒരുപാട് കുട്ടികൾ ഇപ്രാവശ്യം ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ട് ഫാക്കൽറ്റിയോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിലായതുകൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നെ DME മാത്രം ഫെയിലായിട്ടുള്ള ഒറ്റ ബാക്ക് പേപ്പർ മാത്രമുള്ള കുട്ടികളൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സീക്വൻസ് പ്ലാൻ ചെയ്തത്. ഇതിന്റെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും ബെൽറ്റ് ആൻഡ് ചെയിൻ ഡ്രൈവ് എന്നുള്ള ഇന്നത്തെ സെഷനിൽ കിട്ടുക. ഇൻ ദിസ് സെഷൻ വി വിൽ സീ സിലബസ് ഓവർവ്യൂ just in point of your coming supplementary exam, how you can cover up the basic portions, simple portions from each module, and not only just getting a good grade, but having some good concepts with you also. And today's main content is obviously belt drive, and that content we will be dealing in 2 sessions. First, we will see basic aspects with respect to the belt drive and mechanisms, and a lot of equations are involved there. And I would like to reiterate on a flashcard method for effective study. So this maybe we had used in our school days, but this is preparing a flashcard and revising that flashcard is found to be very good when we are when with respect to our past experience. Then we will see V belt and chain drive advantages of our belt drive. So it's a complete syllabus as far as belt and chain drives are concerned. So ഇതിൽ സിലബസ് ഓവർവ്യൂ നമ്മൾ ചെയ്യുന്നത് മൊഡ്യൂൾ 4-ലെ ബെൽറ്റ് ഡ്രോപ്പ് ആൻഡ് ചെയിൻ ഡ്രൈവ് എന്നുള്ള ഒരു ഏരിയയാണ്. ബാക്കി മൊഡ്യൂൾ 1 നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. മൊഡ്യൂൾ 2 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 സെഷൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 3-ന്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു റിവിഷൻ കഴിഞ്ഞിരുന്നു. So we are just concentrating on module 4. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേണിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 75 ആണ് ടോട്ടൽ മാർക്സ്. 100 മാർക്കിന്റെ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിന്റെ തന്നെയുള്ള യൂഷ്വൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ 75 അതിൽ സ്കോർ ടോട്ടൽ അതിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30 മാർക്ക് മാത്രം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് പാസ്സാവും. ഒരുപാട് സപ്ലിമെന്ററി കുട്ടികൾക്ക് ഒരു എൻകറേജിങ് പോയിന്റ് ഇത് തന്നെയായിരിക്കും. 30 മാർക്ക് നിങ്ങൾ അതിന് മേലെ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 4-ന്ന് നിങ്ങൾക്ക് 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ടായിരിക്കും. മിനിമം ഇതിലെ ഏറ്റവും മിനിമം ടൈം കൊണ്ട് പഠിക്കാവുന്ന ഒരു കണ്ടന്റ് ഉള്ളത് മൊഡ്യൂൾ 4-ലാണ്. ബാക്കി എല്ലാ മൊഡ്യൂൾസിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട്. അതിന്റെ റിവിഷൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അത് പഠിച്ചോളൂ. ഈ 30 അല്ല, മച്ച് അബവ് 30 യു വിൽ ഡെഫിനറ്റ്ലി സ്കോർ, ആൻഡ് വി ആർ ഓൾമോസ്റ്റ് 100% ഷുവർ ഓഫ് ദാറ്റ് ആസ്പെക്ട്. ഓക്കെ,
No. Let us see the content of today's session. It's all about the power transmission. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ഒരു പ്രൈം മൂവറിൽ നിന്ന് ഒരു നമ്മുടെ ഡ്രൈവ് മെക്കാനിസത്തിലേക്ക് നിങ്ങൾക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. മെക്കാനിക്കൽ ഡ്രൈവ്സ് ആർ വൺ methods, and non-mechanical systems are there which will provide this power transmission from a prime mover to your output machine. Okay, so all these non-mechanical drives, you are quite aware of these things. And the mechanical drives are of two types, based on friction, which the drive which works based on friction. Friction ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡ്രൈവുകൾ, പിന്നെ എൻഗേജ്മെന്റ് ഡയറക്ട്ലി എലമെന്റ്സിന്റെ എൻഗേജ്മെന്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡ്രൈവുകൾ, ഇതാണ് മെക്കാനിക്കൽ ഡ്രൈവ്. അതിൽ ഗിയർ ഡ്രൈവ് എന്നുള്ള ഒരു പർട്ടിക്കുലർ സെഷൻ നമ്മുടെ ഓൾറെഡി കഴിഞ്ഞതാണ്, ഗിയർ ഡ്രൈവ് എന്നുള്ളത്. അപ്പോൾ ബാക്കിയെല്ലാം കൂടി നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ ഫ്രിക്ഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് ബെൽറ്റ്, റോപ്പ്, എൻഗേജ്മെന്റിലുള്ളതാണ് ചെയിൻ. പക്ഷെ ഇതെല്ലാം ഫ്ലെക്സിബിൾ ലിങ്കേജസ് ആണ്. So we are combining all these things and we are taking this as a flexible linkage type of mechanical drives. And let us see what's about the belt drive. It's a very simple mechanism. Maybe this is your prime mover. One prime mover you are seeing here. നമ്മുടെ ഒരു ഇലക്ട്രിക് മോട്ടോർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പ്രൈം മൂവർ ആണ്. ഇതിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഈ ഡയറക്ഷനിൽ നിങ്ങളുടെ ഇതിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ദെൻ ഈ ബെൽറ്റ് ഉപയോഗിച്ച് ഈ ഷാഫ്റ്റിനെ, ഇതാണ് പ്രൈം മൂവറിന്റെ ഷാഫ്റ്റ്. ഇതൊരു ഇലക്ട്രിക് മോട്ടോറാണ്. ഇതിന്റെ ഷാഫ്റ്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇതിലൊരു പുള്ളി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഇത് കാണാം, സർക്ലിപ്പൊക്കെ കാണാം. ഈ പുള്ളി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെഷീൻ ഷാഫ്റ്റ്. ഇതിനെയാണ് നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലും ഒരു സ്യൂട്ടബിൾ പുള്ളി ഫിറ്റ് ചെയ്തിട്ട് ഒരു ബെൽറ്റ് ടൈറ്റ് ചെയ്ത് ഇത് കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എന്താ ഉണ്ടാവുക, നമ്മുടെ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്രിക്ഷൻ കാരണം ബെൽറ്റും അതിന് കറസ്പോണ്ടിങ് ആയ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും. ഈ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കാരണം ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യും. ഡ്രിവൺ പുള്ളി കറസ്പോണ്ടിങ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ദിസ് ഇസ് യുവർ ബെൽറ്റ് മെക്കാനിസം. ടൈപ്സ് ഓഫ് ബെൽറ്റ്സ്, ഇത് നമ്മൾ ഇപ്പോൾ കണ്ട ഒരു മെക്കാനിസം തന്നെയാണ്. ഇത് ടൈപ്സ് ഓഫ് ബെൽറ്റ് നോക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ പ്രൈം മൂവർ ഉണ്ട്, മേ ബി മെഷീൻ ഷാഫ്റ്റ് ഉണ്ട്, മെഷീൻ ഷാഫ്റ്റും പ്രൈം മൂവർ ഒക്കെ ഉണ്ട്. ആ ബെൽറ്റിന്റെ പ്രത്യേകത നോക്കൂ. നമ്മൾ ഈ ബെൽറ്റിനെ ഇങ്ങനെ ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്യാന്ന് വെച്ചോളൂ. ദിസ് ബെൽറ്റ് വിൽ ബി എക്സാക്ട്ലി ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. ഇങ്ങനെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. നമ്മൾ ഈ ബെൽറ്റിനെ ഇങ്ങനെ മുറിച്ച് നോക്കുകയാണെങ്കിൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് യുവർ ഫ്ലാറ്റ് ബെൽറ്റ്സ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെൽറ്റ്. ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ടൈപ്സ് ഓഫ് ബെൽറ്റ് 3 ടൈപ്പാണുള്ളത്. ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഗ്രൂ ഉള്ള പുള്ളിയൊക്കെ ഉള്ള ബെൽറ്റ് സെറ്റപ്പ് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും. നമ്മുടെ ഓൾട്ടർനേറ്റർ മെക്കാനിസത്തിൽ ഉണ്ടായിരിക്കാം. കംപ്രസേഴ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യാനായിട്ട് പൊതുവെ ഇങ്ങനത്തെ സെറ്റപ്പാണ് നമ്മൾ കാണാറുള്ളത്. അപ്പൊ ഈ ഒരു ബെൽറ്റിനെ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് വരച്ചോളൂ. ആ ബെൽറ്റിന്റെ ക്രോസ് സെക്ഷൻ ഒരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും. സോ ദിസ് വിൽ ബി ദ ക്രോസ് സെക്ഷൻ ഓഫ് ദാറ്റ് ബെൽറ്റ്. ഏർലിയർ നമ്മൾ കണ്ട ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ബെൽറ്റ്, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരുന്നു. ഇത് ഒരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ. ഇതിനെയാണ് വി ബെൽറ്റ് എന്ന് പറയാം. അപ്പൊ ബെൽറ്റ് 2 ടൈപ്പായി. ഫ്ലാറ്റ് ബെൽറ്റ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ, വി ബെൽറ്റ് ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ. ഈ ലാസ്റ്റ് നമുക്കൊക്കെ കണ്ടുപരിചയമുള്ള ഒരുപാട് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് റോപ്പുകളാണ്. ഫൈബർ അല്ലെങ്കിൽ മെറ്റാലിക് റോപ്പ്. അതിന്റെ ക്രോസ് സെക്ഷനെ പറ്റി നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ഒരു ഡൗട്ടുമില്ല. സർക്കുലാർ ക്രോസ് സെക്ഷനുള്ള റോപ്പുകൾ, സർക്കുലാർ ബെൽറ്റുകളും നമ്മുടെ പവർ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബെൽറ്റുകൾ 3 ടൈപ്പാണ്. നിങ്ങളുടെ വി ബെൽറ്റ് ഉണ്ട്, ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ട്, റോപ്സ് ഉണ്ട്. ഇതാണ് 3 ടൈപ്പ് ബെൽറ്റുകൾ. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് നോക്കുമ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് മോഡറേറ്റ് പവർ ട്രാൻസ്ഫറിനാണ് യൂസ് ചെയ്യുക. അതിൽ സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ഫോളോവർ പുള്ളി, അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്യാവശ്യം 8 to 10 മീറ്റർ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് കമ്പാരിസൺ ഒക്കെയാണ് കൂടുതൽ തിയറി ക്വസ്റ്റ്യൻ വരിക. കമ്പയർ ബിറ്റ്വീൻ ഫ്ലാറ്റ് ബെൽറ്റ് ആൻഡ് വി ബെൽറ്റ്.
വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വി ബെൽറ്റ് ടു അവർ ഫ്ലാറ്റ് ബെൽറ്റ്സ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ജനറൽ പോയിന്റുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും, ഉറപ്പായിട്ടും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. വി ബെൽറ്റ്സ് പവർ ട്രാൻസ്മിറ്റഡ് മോഡറേറ്റ് ആണ്, അതില് പുള്ളികൾ തമ്മിൽ കുറച്ചും കൂടി അടുത്തായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു വി ബെൽറ്റ്, അത് കറക്റ്റ് രണ്ടും തമ്മിൽ പുള്ളികൾ തമ്മിൽ അടുത്താണ്. സർക്കുലർ ബെൽറ്റിന്റെ കേസിൽ നല്ല പവർ ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷെ പുള്ളികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഹയർ ടു 8 മീറ്റർ. ഇതാണ് ഈ ഒരു ടേബിൾ. ഇപ്പൊ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഈ ടേബിളിന്റെ കണ്ടന്റ് ഉപയോഗിച്ച് ഒരുവിധം കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റും. 1 out of 3 times ഉറപ്പായിട്ടും ഈ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് സെഷൻ, അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടു ടൈപ്സ് ഓഫ് ബെൽറ്റ്സ് കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്സ്. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിന്റെ ടൈപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രൈവർ പുള്ളി കാണാൻ സാധിക്കും. ഒരു ഡ്രൈവർ പുള്ളി ഉണ്ട്, ഒരു ഡ്രിവൺ പുള്ളി ഉണ്ട്. തീർച്ചയായിട്ടും ഡ്രൈവർ പുള്ളി നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാം, ഡ്രിവൺ പുള്ളി ഈ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഡ്രൈവർ പുള്ളി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ഇങ്ങനെ ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഡ്രിവൺ പുള്ളി നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കാര്യം നോക്കിക്കോളൂ കേട്ടോ. ഇതിന്റെ ഒരു കേസിൽ ഡ്രൈവർ പുള്ളിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും ഡ്രിവൺ പുള്ളിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും ക്ലോക്ക് വൈസ് ആണ്. കാരണം ബെൽറ്റിന് ഒരു ഓപ്പൺ അറേഞ്ച്മെന്റിലാണ് ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ഡ്രൈവർ പുള്ളി ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഭാഗത്ത് ടൈറ്റ് ആയിരിക്കും. കാരണം ഈ പുള്ളി ആ ബെൽറ്റിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് ടെൻഷൻ കൂടുതലും, ഇവിടെ എത്തുമ്പോൾ ആ ബെൽറ്റിനെ റിലീസ് ചെയ്യാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ടെൻഷൻ കുറവായിരിക്കും. ടെൻഷൻ കുറവ് എന്നുള്ള മീനിങ്ങിൽ ആ ഒരു ഭാഗത്തിനെ, ആ ബെൽറ്റ് പോർഷനെ സ്ലാക്ക് സൈഡ് എന്ന് വിളിക്കും. ടെൻഷൻ കൂടുതൽ എന്നുള്ള മീനിങ്ങിൽ ആ ഭാഗത്തുള്ള ബെൽറ്റ് പോർഷനെ ടൈറ്റ് സൈഡ് എന്ന് വിളിക്കും. അപ്പോൾ ടൈറ്റ് സൈഡ് ഉണ്ട്, സ്ലാക്ക് സൈഡ് ഉണ്ട്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും നമ്മൾ ശ്രദ്ധിച്ചു. ഇതൊരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. വേറെ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതേമാതിരി ട്വിസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫിഗറിനെക്കാട്ടിലും നല്ലത് ഒരു പ്രാക്ടിക്കൽ ഫോട്ടോ ആയിരിക്കും, കുറച്ചുകൂടി നല്ലത് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ മനസ്സിലായി നിങ്ങൾക്ക്. ഇങ്ങനെ ഈ ബെൽറ്റിനെ ട്വിസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്തു. എന്തിനാണ്? കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. കൂടുതൽ സർഫസിൽ ബെൽറ്റ് ടച്ച് ചെയ്തിരിക്കും. കൂടുതൽ സർഫസിൽ ബെൽറ്റ് ടച്ച് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇത്രയും ഒരു സെക്ഷനിലാണ് നിങ്ങളുടെ ബെൽറ്റിന് അവിടെ ടച്ചിങ് വരുന്നുള്ളൂ. ഈ ഒരു സെക്ഷനിലാണ് ബെൽറ്റ് പുള്ളിയായിട്ട് ടച്ചിങ് വന്നിട്ടുള്ളൂ. ഇവിടെ കുറച്ചും കൂടി അധികം സെക്ഷനിൽ ബെൽറ്റ് പുള്ളിയായിട്ട് ടച്ചിങ്ങിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ഡ്രൈവർ പുള്ളി എന്നുള്ള ഒരു സംഭവം നിങ്ങൾ നോക്കിക്കോളൂ. ഡ്രൈവർ പുള്ളി, ഇത് ഡ്രൈവർ പുള്ളിയുടെ റൊട്ടേഷൻ ആണ് ക്ലോക്ക് വൈസ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തത് കൊണ്ടായതുകൊണ്ട് തന്നെ ഈ ബെൽറ്റ് ഒരു 8 ഷേപ്പിലാണ് പോവുക. അപ്പൊ ഡ്രിവൺ പുള്ളിയുടെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈവർ പുള്ളിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിവൺ പുള്ളി റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പില് നിങ്ങൾക്ക് ബെൽറ്റ് കണക്ട് ചെയ്യാം. ദിസ് ഈസ് കോൾഡ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ക്രോസ്ഡ് ഓർ ട്വിസ്റ്റ് ബെൽറ്റ് ഡ്രൈവ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ക്രോസ്ഡ് ഓർ ട്വിസ്റ്റ് ബെൽറ്റ് ഡ്രൈവ്. അപ്പൊ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് ബേസിക്കലി 2 ടൈപ്പാണ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ക്രോസ്ഡ് അല്ലെങ്കിൽ ട്വിസ്റ്റ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള, കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഇനി ഇതിലെ സബ്സിഡറി ആയിട്ട് നമുക്ക് ഒരു വേറെ രീതിയിൽ പറയാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കുറെ പുള്ളികൾ വെച്ചിട്ടുണ്ട്. അതിൽ 2 പുള്ളികളുടെ പ്രത്യേകത നോക്കിക്കോളൂ. പുള്ളി നമ്പർ 1 ആൻഡ് പുള്ളി നമ്പർ 2. This will be interconnected with a belt. There will be a belt to interconnect this. No, on the same pulley, on the same shaft, another pulley is mounted. ഇതേ ഷാഫ്റ്റില് വേറൊരു പുള്ളി മൗണ്ട് ചെയ്തിരിക്കുക. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? ഈ 2ഉം 3ഉം ഒരേ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുക. നമുക്കറിയാം അങ്ങനത്തെ സെറ്റപ്പിനെ കോമ്പൗണ്ട് സെറ്റപ്പ് എന്നാണ് പറയാ. ഗിയറിന്റെ കേസിൽ നമുക്കറിയാം അങ്ങനെ കോമ്പൗണ്ട് ഗിയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ കോമ്പൗണ്ട് പുള്ളി ഉള്ള ആ ഒരു അറേഞ്ച്മെന്റിനെ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയാം. കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്.
Okay, then next, sir, എന്തെങ്കിലും പ്രശ്നമുണ്ടോ sir? ഹലോ ഷൈൻ sir? സാറേ ഈ നമ്മൾ സ്ലൈഡ് കാണുന്നതേ, സ്ലൈഡ് കാണുന്നത് ടോപ്പിലും സാറിന്റെ വീഡിയോ താഴെയാണെന്ന് കാണുന്നത്. അപ്പം കൂടുതൽ ഏരിയ എനിക്ക് തോന്നുന്നു സാറിന്റെ വീഡിയോ കവർ ചെയ്യുന്നുണ്ടെന്ന്. അത് സാറാ അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേറൊരു മെക്കാനിസം കാണാൻ പറ്റും. എന്താ അത്? ഒരേ ഷാഫ്റ്റില്, അപ്പൊ ഡ്രിവൺ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരേ ഷാഫ്റ്റില് ഡിഫറെന്റ് ഡയാമീറ്റേഴ്സ് ഉള്ള പുള്ളികൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾക്ക് ആവശ്യപ്രകാരം ഡിഫറെന്റ് ഡ്രിവൺ സ്പീഡ്, ഇതിന്റെ സ്പീഡ് നിങ്ങൾക്ക് ഇന്റർകണക്ട് ചേഞ്ച് ചെയ്യണം. അങ്ങനത്തെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഓരോ സമയത്തും ഓരോ വെലോസിറ്റി റേഷ്യോ വേണമെങ്കിൽ അതനുസരിച്ച് ഉള്ള ഒരു മെക്കാനിസം ആണ് ഈ സ്റ്റെപ്പ് ഡോർ കോൺ പുള്ളി ഡ്രൈവ്. സോ ഇത്രയേ ഉള്ളൂ. ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് 2 ടൈപ്പ്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്. നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. ഒപ്പം ചെറുതായി മനസ്സിലാക്കി വെച്ചോളൂ, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, കോമ്പൗണ്ട് പുള്ളീസ് ഉണ്ടായിരിക്കും. ഒരു ഷാഫ്റ്റിൽ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള 2 പുള്ളികളാണ് കോമ്പൗണ്ട് പുള്ളീസ്. ഇനി അങ്ങനെയല്ല, സ്റ്റെപ്ഡ് പുള്ളി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സ്റ്റെപ്ഡ് പുള്ളി ഡ്രൈവ്. സ്റ്റെപ്ഡ് പുള്ളി ഡ്രൈവ്. സോ ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിന്റെ 4 പേരുകൾ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ന്യൂമറിക്കൽ ക്വസ്റ്റ്യന്റെ ഏരിയയിൽ പോവാം. ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ ഒരു 5-6 ഇക്വേഷൻസ് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 15 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം അവിടുത്തെ ഇക്വേഷൻസ് അത്രയും സിമ്പിൾ ആണ്. നോക്കാം, ഒരു ബെൽറ്റ് ഡ്രൈവ് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണോ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണോ ചോദിക്കേണ്ട കാര്യം കൂടി ഇല്ല. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. You can see number 1, it is a driver pulley. Number 2, driven pulley, follower pulley. ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്തിട്ട് ഡ്രിവൺ പുള്ളിനെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഡ്രൈവർ പുള്ളിയാണ് ആദ്യം റൊട്ടേറ്റ് ചെയ്യുക, അപ്പൊ ബെൽറ്റ് റൊട്ടേറ്റ് ആവും, അപ്പൊ ഡ്രിവൺ പുള്ളി ഫോളോ ചെയ്യും. Let us see the RPM of driver pulley N1, RPM of follower pulley N2. Diameter of driver pulley, diameter of driven pulley. Okay, let us take thickness of the belt. ആ ബെൽറ്റിന് ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ട് എന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ. ഒരു തിക്നെസ്, ഈ ഒരു ഡയമെൻഷൻ, ചെറിയൊരു തിക്നെസ്. ദിസ് ഈസ് ദ തിക്നെസ് ഓഫ് ദി ബെൽറ്റ്. മേ ബി ഇറ്റ് വിൽ ബി വെരി വെരി സ്മോൾ വാല്യൂ. ഓക്കെ, ഇൻ ദിസ് കേസ് വാട്ട് ഈസ് ദിസ് വെലോസിറ്റി റേഷ്യോ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ആണ് വെലോസിറ്റി റേഷ്യോ. ഓക്കെ, വെലോസിറ്റി റേഷ്യോ ഈസ് N2/N1. എല്ലാവരും മനസ്സിലാക്കിയോളൂ. RPM ഓഫ് ഫോളോവർ പുള്ളി ഡിവൈഡഡ് ബൈ RPM ഓഫ് ഡ്രൈവർ പുള്ളി. ഈ ഒരു കണ്ടന്റിനെ പറയുന്ന പേരാണ് വെലോസിറ്റി റേഷ്യോ. RPM ഓഫ് ഫോളോവർ പുള്ളി ഡിവൈഡഡ് ബൈ RPM ഓഫ് ഫോളോവർ പുള്ളി ഡിവൈഡഡ് ബൈ RPM ഓഫ് ഡ്രൈവർ പുള്ളി. ഇതിനെ പറയുന്ന പേരാണ് വെലോസിറ്റി ratio. So this is called velocity ratio. No, velocity ratio can be equated with diameter ratio. നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ തിക്നെസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട, ബെൽറ്റ് തിക്നെസ് ഈസ് നെഗ്ലിജിബിൾ ഓർ ബെൽറ്റ് തിക്നെസ് ഈസ് നോട്ട് ഗിവൺ, തരാതെ നിങ്ങളോട് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ദിസ് ഈസ് യുവർ വെലോസിറ്റി റേഷ്യോ. തിക്നെസ് ഇല്ലെങ്കിൽ ആ തിക്നെസ് വാല്യൂ 0 ആയിട്ട് എടുക്കുക. അപ്പൊ ബാക്കിയുള്ള സംഭവം N2/N1 ഈക്വൽ ടു D1/D2. നോക്കിക്കോളൂ, സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയാമീറ്റേഴ്സ്. N2/N1 is D1/D2, and this parameter is called the most basic parameter of a belt drive, velocity ratio. So velocity ratio N2/N1, which is equal to D1/D2. If T is there, you have to consider the particular equation with T. This will be the ഫൈനൽ ഇക്വേഷൻ. ടി ഇല്ലെങ്കിൽ ആ 0 ആയിട്ട് വിചാരിച്ചാൽ മതി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഇത് നോട്ട് ചെയ്തോളൂ. മാക്സിമം കേസിലും ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. നോ, വെലോസിറ്റി റേഷ്യോ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ കുറച്ച് മാറും. കാരണം അവിടെ ഡ്രൈവേഴ്സ്, ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് 4 പുള്ളികളുണ്ട്, അതിൽ 2 പുള്ളികൾ കോമ്പൗണ്ട് പുള്ളികളാണ്. ഇതൊരു ഡ്രൈവറാണ്, ഇതും ഒരു ഡ്രൈവറാണ്. ഈ ഡ്രൈവർ ഇയാളെ ഡ്രൈവ് ചെയ്യും.
നോക്കൂ. Now 1 belt founded in this 1 2 1 എന്നുള്ള പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 എന്നുള്ള പുള്ളി റൊട്ടേറ്റ് ആവും. അപ്പൊ 1 എന്ത് പറയുന്നു? ഡ്രൈവർ. 2 എന്ത് പറയുന്നു? ഡ്രിവൺ. 1 ഈസ് ഡ്രൈവിംഗ് 2. കഴിഞ്ഞു. ഇനി 2 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഷാഫ്റ്റിൽ തന്നെ മൗണ്ട് ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യണ ഒരു കോമ്പൗണ്ട് പുള്ളിയാണ് 3. അപ്പൊ കോമ്പൗണ്ട് പുള്ളി അതിനെ നമുക്ക് ഡ്രൈവർ ആയിട്ട് വിചാരിക്കാം. കാരണം അതുപയോഗിച്ച് നമ്മൾ വേറൊരു പുള്ളീനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ഡ്രിവൺ പുള്ളി, ദിസ് ഈസ് ദി ഡ്രൈവർ പുള്ളി. അപ്പൊ ഒരു കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ ഇതേമാതിരിയുള്ള ഒരു സിമ്പിൾ അറേഞ്ച്മെന്റ് ആണെങ്കിൽ കൂടി നമുക്ക് അവിടെ 2 ഡ്രൈവേഴ്സ് ഉണ്ട്, 2 ഫോളോവർ പുള്ളികളുണ്ട്. അപ്പൊ അതിന്റെ രീതിയിൽ നമുക്ക് വെലോസിറ്റി റേഷ്യോനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. വെലോസിറ്റി റേഷ്യോ വിൽ ബി ദിസ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ. സോ എല്ലാ ഫ്രണ്ട്സും ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചോളൂ. വെലോസിറ്റി റേഷ്യോ of a compound belt mechanism is RPM of the follower. ഇതാണ് ഫൈനൽ ഡ്രിവൺ. ഇതാണ് നമ്മുടെ മെഷീൻ ഷാഫ്റ്റിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ മോട്ടോർ ഷാഫ്റ്റിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് പ്രൈം മൂവറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഡ്രൈവർ, പ്രൈമറി ഡ്രൈവർ, ഇത് പ്രൈമറി ഡ്രിവൺ. അപ്പോൾ അതിന്റെ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ N4/N1. ഇനി ഇത് പ്രോഡക്റ്റ് ഓഫ് ഡയാമീറ്റേഴ്സ് ഓഫ് ഡ്രൈവർ പുള്ളി ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ഡയാമീറ്റേഴ്സ് ഓഫ് ഡ്രിവൺ പുള്ളി. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഒരു സിമ്പിൾ കേസിലെ വെലോസിറ്റി റേഷ്യോ ഈസ് വെരി സിമ്പിൾ. ഇറ്റ് വിൽ ബി N2/N1 which is equal to D1/D2. If thickness is there, you can accommodate thickness here plus T. ഇപ്പൊ ന്യൂമറേറ്ററിൽ T വന്നു, തിക്നെസ് ഇവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇതാണ് സാധാരണ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ. നേരത്തെ കണ്ട എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷൻ ഇതാണ് സാധാരണ. അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 4 വർഷത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ വെലോസിറ്റി റേഷ്യോ ഇൻ കേസ് ഓഫ് എ കോമ്പൗണ്ട് മെക്കാനിസം. ഈ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ്ലി ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ കമ്പൈൽ ചെയ്ത് ഒരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഫ്ലാഷ് കാർഡ്. നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇക്വേഷൻസും അതിലുണ്ടായിരിക്കും. നോ ലെറ്റ് us see സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ്. പേരിൽ തന്നെ ഉണ്ട്, സ്ലിപ്പായി പോവാ. ആ ബെൽറ്റ് പുള്ളിയായിട്ട് നല്ല ഫ്രിക്ഷണൽ ഗ്രിപ്പ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. ഗ്രിപ്പ് കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയാ, കുറച്ച് സ്ലാക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളി, ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ലാഗ് ഇല്ലാതെ ഡ്രിവൺ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. അങ്ങനെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, ഒരേപോലെ വിചാരിച്ച പോലെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഫ്രിക്ഷണൽ ഗ്രിപ്പ് വേണം. പക്ഷെ ബെൽറ്റ് ഒരു ഫ്ലെക്സിബിൾ എലിമെന്റ് ആണ്. അപ്പൊ കാലക്രമേണ അത് കുറച്ച് ലൂസ് ആവും, സ്ലാക്ക് ഉണ്ടാവും. അത് കാരണം വരുന്ന ഒരു പ്രശ്നമാണ് സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ഫ്രിക്ഷണൽ ഗ്രിപ്പ്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ വെലോസിറ്റി റേഷ്യോ ഓഫ് ദ സിസ്റ്റം. കാരണം നമ്മൾ വിചാരിച്ച N2 വാല്യൂ കിട്ടില്ല, കാരണം ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറവാണ്. അപ്പോ സ്ലിപ്പ് ഉണ്ടെങ്കിൽ വെലോസിറ്റി റേഷ്യോക്ക് വേറൊരു എക്സ്പ്രഷൻ ആണ്. എല്ലാ ഫ്രണ്ട്സും ഇത് നോട്ട് ചെയ്തോളൂ. ലാസ്റ്റ് ഫ്ലാഷ് കാർഡിൽ ഒരുമിച്ചത് ഉണ്ടായിരിക്കും. ഇവിടെ N2, N1, D1, D2, T എല്ലാം നമുക്കറിയാം. അറിയാത്തത് ഒരെണ്ണേ ഉള്ളൂ, എസ്. എന്താണ് എസ്? എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ലിപ്പ് ഇൻ പെർസെൻറ്റേജ്. എസ് ഈസ് ടോട്ടൽ സ്ലിപ്പ് ഇൻ പെർസെൻറ്റേജ്. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 2% സ്ലിപ്പ്, 3% സ്ലിപ്പ് എന്നൊക്കെ പറയും. ചിലപ്പോൾ അവർ പറയും ദർ ഈസ് 1% സ്ലിപ്പ് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ദി ബെൽറ്റ്. അപ്പോൾ ഈ ഡ്രൈവർ പുള്ളി ഉണ്ട്, നമ്മുടെ ഫസ്റ്റ് പുള്ളി, ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്ന പുള്ളി, ഡ്രൈവർ പുള്ളി, ഇതും ബെൽറ്റും തമ്മിൽ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരിക്കും. അതിനെ S1 എന്ന് അവർ ഡിനോട്ട് ചെയ്യും. ചിലപ്പോൾ ഡ്രിവൺ പുള്ളിയും ബെൽറ്റും തമ്മിൽ ചിലപ്പോൾ അതേ പെർസെൻറ്റേജ് സ്ലിപ്പ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഈ 2 വാല്യൂം കൂടി ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടി? എസ് കിട്ടി. എസ് ഈസ് ടോട്ടൽ സ്ലിപ്പ് ഇൻ ബെൽറ്റ് ഡ്രൈവ്. എല്ലാ ഫ്രണ്ട്സും ഈ ഇക്വേഷൻ വളരെ ക്ലിയർ ആയി പഠിക്കണം. വീണ്ടും പറയുന്നു, എല്ലാ ഇക്വേഷനും ലാസ്റ്റ് ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഫ്ലാഷ് കാർഡ് എന്നുള്ള രീതിയിൽ. അത് ഉപയോഗിച്ച് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? കാരണം സ്ലിപ്പ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടെ ഈ പുള്ളിയും ബെൽറ്റും തമ്മിൽ ഒരു സ്ലിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പുള്ളിയും ബെൽറ്റും തമ്മിലും സ്ലിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തില് ഈ ഒരു ബെൽറ്റിന്റെ ടോട്ടലായിട്ട്
ചിലപ്പോൾ ഒരു സ്ലിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് എക്സ്ട്രാ വേറൊരു ബെൽറ്റാണ്, എൻറ്റയർലി വേറെ ബെൽറ്റാ. അതില് ഇവിടത്തെ ഒക്കെ സ്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ വേറൊരു സ്ലിപ്പ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് ആലോചിക്കേണ്ട കാര്യം, ഈ ഓരോ സെറ്റ് ഓഫ് ബെൽറ്റിലും നമുക്ക് സ്ലിപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ പർട്ടിക്കുലർ റിലേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും സിമ്പിൾ ആയിട്ടുള്ള വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് വാല്യൂ തന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട ഒരു നോർമൽ കേസിലെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനോ ഉള്ള ക്വസ്റ്റ്യൻ ആണ് കണ്ടിട്ടുള്ളത്. 5 വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം നമുക്ക് കണ്ട ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ. അതിൽ ഓരോ സെറ്റ് ഓഫ് ബെൽറ്റിലും ഇപ്പോൾ 1, 2 എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബെൽറ്റ് ആണ്, 3, 4 വേറെ സെറ്റ് ഓഫ് ബെൽറ്റ് ആണ്. അതിനെ കറസ്പോണ്ടിങ് സ്ലിപ്പിനെ ആഡ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന S1 വാല്യൂ ഉണ്ട്. ഈ സിസ്റ്റത്തിലെ ടോട്ടൽ സ്ലിപ്പ് അതാണ് S1. ഈ സിസ്റ്റത്തിലെ ടോട്ടൽ സ്ലിപ്പ് 3, 4 ടോട്ടൽ സ്ലിപ്പ് അതാണ് S2. അപ്പൊ ഈ ഒരു ഇക്വേഷനും കൂടി ആയാൽ വെലോസിറ്റി റേഷ്യോന്റെ കേസിൽ തീരുമാനമായി. ഇനിയുള്ളത് ക്രീപ്പാണ്. പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ മെറ്റലർജിയിലൊക്കെ പഠിച്ച ടേമാണ് ക്രീപ്പ്. നമുക്ക് അറിയാലോ, ബെൽറ്റിന്റെ കേസിൽ ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ടേം ഒക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരായതുകൊണ്ടാട്ടോ ഫാസ്റ്റ് ആയി പറയുന്നത്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണത്. ഇതില് ഡ്രൈവർ പുള്ളി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ടൈറ്റ് സൈഡ് ആയിരിക്കും, ഇത് സ്ലാക്ക് സൈഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്, ട്വിസ്റ്റ് ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ ഡ്രൈവർ പുള്ളി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? ഇത് ടൈറ്റ് സൈഡ് ആയിരിക്കും. ഇങ്ങോട്ട് ഇങ്ങനെ ഇത് ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ടൈറ്റ് സൈഡ് ആയിരിക്കും, ഇത് നിങ്ങളുടെ സ്ലാക്ക് സൈഡ് ആയിരിക്കും. അപ്പോ എന്താണ് ഉണ്ടാവണേ? ഒരു ടൈറ്റ് സൈഡ് താഴെ കാണാനുണ്ട്, നിങ്ങൾക്ക് ടൈറ്റ് സൈഡ് താഴെ കാണാനുണ്ട്. ഇത് ടൈറ്റ് സൈഡ് ആണ്, ഓക്കെ, ഇത് ടൈറ്റ് സൈഡ് ആണ്, ഇത് സ്ലാക്ക് സൈഡ് ആണ്. ടൈറ്റ് സൈഡിലെ ബെൽറ്റ് വലിഞ്ഞു മുറുകിയിരിക്കും. സ്ലാക്ക് സൈഡ് ആവുമ്പോൾ അത് ഒന്ന് മെല്ലെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ ടെൻഷൻ ചേഞ്ച് കാരണം എന്തുണ്ടാവും? ബെൽറ്റിന് അവിടെ ചെറിയ എക്സ്പാൻഷൻ ഉണ്ടാവും. ടൈറ്റ് സൈഡിൽ നിന്ന് സ്ലാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ബെൽറ്റ് എക്സ്പാൻഡ് ചെയ്യും. സ്ലാക്ക് സൈഡിൽ നിന്ന് ടൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ബെൽറ്റ് ടൈറ്റ് ആവും, കംപ്രസ് ആവും. ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളീസ്. Relative motion between belt and pulley surfaces due to change in belt length caused by tension variation. ഇതാണ് ക്രീപ്പ് എന്ന് പറയാം. ഇതിന്റെ എഫക്റ്റ് എന്താണ്? കുറച്ച് ഡ്രിവൺ പുള്ളിയുടെ സ്പീഡ് കുറയ്ക്കാനായിട്ട് ഇതിന് കാരണമാവും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ റീസെന്റ് ഇയേഴ്സിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ ഫ്ലാഷ് കാർഡിൽ ഉണ്ടായിരിക്കും. ആ ഫ്ലാഷ് കാർഡിലെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. അതിൽ ഈ ക്വസ്റ്റ്യന്റെ ഡിസ്ക്രിപ്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ വെലോസിറ്റി റേഷ്യോ കഴിയുകയാണെങ്കിൽ പിന്നെ വരാറുള്ളത് ലെങ്ത് ഓഫ് ബെൽറ്റ് ആണ്, പിന്നെ വരാറുള്ളത് പവർ ട്രാൻസ്മിറ്റഡ് ആണ്. വളരെ വളരെ 3 കാറ്റഗറി ഉണ്ട്. ആ 3 കാറ്റഗറിയിൽ നിന്നാണ് കൺസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. വെലോസിറ്റി റേഷ്യോ നമ്മൾ കവർ ചെയ്തു. വീണ്ടും ആ ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി നോക്കും. ലെങ്ത് ഓഫ് ബെൽറ്റ്, ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെൽറ്റിന് എത്ര ലെങ്ത് വേണ്ടി വരും, അതാണ് ലെങ്ത് ഓഫ് ബെൽറ്റ്. വളരെ സിമ്പിൾ ആണ്. ഈ ബെൽറ്റിന്റെ കേസിലുള്ള 2 പുള്ളിയും തമ്മിലുള്ള ഇന്റർ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ഒരു പുള്ളി ഉണ്ട്, ഇതാണ് ഇത് ഡ്രൈവർ പുള്ളിയാന്ന് വിചാരിച്ചോളൂ. അതിന്റെ ഡയാമീറ്റർ D1 ആണ്. ഡ്രിവൺ പുള്ളിയുടെ ഡയാമീറ്റർ D2 ആണെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾ എഴുതി വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു എക്സ്പ്രഷൻ L = π/2 × D1 + D2 + 2x + D1 - D2 all square. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊക്കെ ഇപ്പോൾ സാധാരണ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ എപ്പോഴും കാണാറുള്ളത്, ഇവിടെ ആൾക്കാർ കുറച്ച് തെറ്റുകൾ വരുത്താറുണ്ട്. ഈ ഓൾ സ്ക്വയർ എന്നുള്ളത് D1 - D2 ഒരുമിച്ചാണ്, അല്ലാതെ D1 മാത്രമല്ല, അല്ലെങ്കിൽ D2 മാത്രമല്ല. D1 - D2 all square all divided by 4x. അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക, അത് കറക്റ്റ് ആയി പഠിക്കുക. ഓരോ ടേമും ഒരു ഇക്വേഷൻ വ്യക്തമായിട്ട് എഴുതുക, അതിൽ ഓരോ ടേമും എന്താന്ന് മനസ്സിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. ഈ ഇക്വേഷൻ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. ഈ മെത്തേഡാണ് ഫ്ലാഷ് കാർഡ് സ്റ്റഡി വഴി നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്തായാലും ചെയ്യുകയാണെങ്കിൽ മിനിമം ടൈമിൽ ഈ ഏരിയയിലത്തെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും ഫുൾ മാർക്ക് കിട്ടാനും സാധിക്കും.
ഇവിടെ നമ്മളൊരു മൈനസ് സൈൻ, ഒരു മൈനസ് എന്നുള്ളത് ഒരു ചോമ്പ് ഒരു റെഡ് കളറിൽ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിന്റെ കേസിലാണെങ്കിൽ നേരത്തെ അതേ ഇക്വേഷൻ തന്നെ ആ മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ സെയിം ഇക്വേഷൻ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. സെയിം ഇക്വേഷൻ π/2 ഇൻറ്റു d1 പ്ലസ് d2 ഫസ്റ്റ് ടേം പ്ലസ് 2x സെക്കൻഡ് ടേം പ്ലസ് d1 പ്ലസ് d2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4x തന്നെയുള്ളൂ. പക്ഷെ നോക്കിക്കോളൂ, ഇവിടെ d1 പ്ലസ് ആണ്, നേരത്തെ കേസിൽ എന്തായിരുന്നു? മൈനസ് ആയിരുന്നു. അപ്പൊ ഇത് ഒരു ഇക്വേഷൻ പഠിച്ചാൽ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ അടുത്ത ഇക്വേഷനിലേക്ക് നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധിക്കും. അപ്പൊ ലെങ്ത് ഓഫ് ബെൽറ്റ്, വെലോസിറ്റി റേഷ്യോ, കൺസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് ബെൽറ്റ്, കൺസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ. അടുത്ത കൺസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പവർ ട്രാൻസ്മിറ്റഡ്, അതിലേക്ക് പോവാണ്. പവർ ട്രാൻസ്മിറ്റഡ്. പവർ ട്രാൻസ്മിറ്റഡ് പോണതിന് മുമ്പ് ഒരു കാര്യം വേണം. ഒരു ടൈറ്റ് സൈഡ് ഉണ്ട്, സ്ലാക്ക് സൈഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോ ടൈറ്റ് സൈഡിലെ ടെൻഷൻ കുറച്ച് കൂടുതലായിരിക്കും, സ്ലാക്ക് സൈഡിലെ ടെൻഷൻ കുറച്ച് കുറവായിരിക്കും. ഇതിന്റെ ഒരു ഡിഫറൻസ് ആണ് പവർ ട്രാൻസ്മിറ്റഡില് ഡിസൈഡിങ് ഫാക്ടർ ആവുക. ടൈറ്റ് സൈഡിലെ ടെൻഷൻ വളരെ കൂടുതലാണ്, സ്ലാക്ക് സൈഡിലെ കുറവാണ്. അപ്പൊ ആ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് belt is having high frictional grip and it can transfer more power. ആ ഇക്വേഷനിലേക്ക് നമുക്ക് എത്താം. അതിനു മുന്നേ ഒരു കാര്യം നോക്കാം. എന്താണ് ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട്? ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയി. ചാറ്റ് ബോക്സിൽ ഒരാൾ ക്വസ്റ്റ്യൻ ഇട്ട് കണ്ടു. ഇവിടെ ഈ ഒരു പുള്ളിയില് ഇവിടും തൊട്ട് ഇതുവരെ ബെൽറ്റ് ടച്ച് ആയിരിക്കുന്നുണ്ട്, പുള്ളിയിൽ ടച്ച് ആയിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് സെൻട്രൽ ലൈനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് സെൻട്രൽ ലൈനിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇത്രയും സർക്കംഫറൻഷ്യൽ ഏരിയയില് ബെൽറ്റ് പുള്ളിയില് ടച്ച് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ സർക്കംഫറൻഷ്യൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓർ ആംഗിൾ ഓഫ് ലാപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ തോന്നും ഇതിലൊരു ആംഗിൾ കുറച്ച് വലുതല്ലേ, ഇതിന്റെ ആംഗിൾ കുറച്ച് കുറവല്ലേ? ആയിരിക്കും, കാരണം ഇത് വലിയ പുള്ളി, ഇത് ചെറിയ പുള്ളി അല്ലേ. അപ്പൊ ചെറിയ പുള്ളിയിൽ കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് കുറവ് സർക്കംഫറൻഷ്യൽ സെക്ഷനിലാണ് നിങ്ങളുടെ ലാപ്പിംഗ് ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ സേ ദിസ് ഈസ് θ1 ഓർ ദിസ് ഈസ് θ2. യു ക്യാൻ സേ എനിത്തിങ്. ഓക്കെ, എനിവേ ഈ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ലാപ്പ്. അപ്പൊ എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കിയോളൂ, ആംഗിൾ ഓഫ് ലാപ്പ് ഒരു സെറ്റ് ബെൽറ്റിൽ എപ്പോഴും രണ്ട് പുള്ളിയുടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴും ഒരേപോലെ കിട്ടിയെന്ന് വരില്ല. നമ്മൾ എപ്പോഴും ബെൽറ്റ് ഡിസൈൻ ചെയ്യുക സ്മോളർ പുള്ളിയുടെ ആംഗിൾ ഓഫ് ലാപ്പ് ഉപയോഗിച്ചിട്ടാണ്. അത് എപ്പോഴും മനസ്സിലൊരു പോയിന്റ് ആയിട്ട്, ഒരു ചെറിയൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആയിട്ട് വെച്ചോളൂ. ബെൽറ്റ് ഈസ് ഓൾവേസ് ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ആംഗിൾ ഓഫ് ലാപ്പ് ഓഫ് സ്മോളർ പുള്ളി. കഴിഞ്ഞു. ഇനി ഇതിന്റെ ഇക്വേഷൻ നമുക്ക് വേണമല്ലോ. ഇക്വേഷൻ നമുക്ക് അറിയാം, ഒരു ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിനും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനും ഒക്കെ കമ്പയറബിൾ ഇക്വേഷൻ ആയിരിക്കും. അതെ, 180 മൈനസ് 2 ആൽഫ ഇൻറ്റു π/180 റേഡിയൻ. ഒരു റേഡിയനിലാണ് തീറ്റ നിങ്ങൾ കമ്പ്യൂട്ടേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഇതെല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ പോയിന്റാ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. പല ബുക്കുകളിലും ഈ π/180 എന്നുള്ള കാര്യം കാണാറില്ല. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ചെയ്യുമ്പോൾ തെറ്റിപ്പോവാറുണ്ട്, കാരണം അവരത് അത്ര അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈ ഇക്വേഷൻ അങ്ങനെ പഠിച്ചോളൂ, 180 മൈനസ് 2 ആൽഫ ഇൻറ്റു π/180. ഇത് 180 ഉണ്ട്, പൈ ഉണ്ട്, അതൊക്കെ പരിചയമുണ്ട്. ഈ ആൽഫ എന്താണ്? ആൽഫയ്ക്കുള്ള എക്സ്പ്രഷൻ വേറൊരു എക്സ്പ്രഷനാണ്. ആൽഫ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്, സൈൻ ആൽഫ ഈക്വൽ ടു d1 മൈനസ് d2 ബൈ 2x. ഇവിടെ d1 എന്താ d2 എന്താന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ ആൻസർ ചെയ്യൂ അല്ലെ. d1 ഈ ഡയാമീറ്റർ, d2 ഈ ഡയാമീറ്റർ ഓഫ് പുള്ളി, x എന്താ സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പുള്ളി. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഐഡിയ തന്നെ. അപ്പൊ അത് ഉപയോഗിച്ച് സൈൻ ആൽഫ കണ്ടുപിടിക്കുക, അതിന്ന് സൈൻ ഇൻവേഴ്സ് കൊടുത്തിട്ട് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അവിടുത്തെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 4 മാർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. ഇവിടെയും ആ ഒരു ചുവന്ന കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഇവിടെ മൈനസ് ആണെങ്കിൽ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിനെ സംബന്ധിച്ച് അത് പ്ലസ് ആയിരിക്കും. ഇവിടെയും പ്ലസ് ആയിരിക്കും, ഇവിടെയും പ്ലസ് ആയിരിക്കും. ഫ്ലാഷ് കാർഡ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇക്വേഷൻ കമ്പയറബിൾ ആണ്, ടൈം കറിൽ കളയുന്നില്ല. അങ്ങനെ നമുക്കറിയാം ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻ കേസ് ഓഫ് crossed belt drive will be more than that of
സിമിലർ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. അത് നമ്മൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിൽ കൂടുതൽ സർഫസിൽ ബെൽറ്റ് ടച്ച് ചെയ്തിരിക്കും, അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് കൂടുതലായിരിക്കും. ബെൽറ്റ് ഈസ് ഡിസൈൻഡ് ബേസ്ഡ് ഓൺ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ദി സ്മോളർ പുള്ളി. ഇപ്പൊ നമ്മുടെ സമയം ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സെഷൻ റേഷ്യോ ഓഫ് ബെൽറ്റ് ടെൻഷൻ. നമുക്കറിയാം ടൈറ്റ് സൈഡ് ഉണ്ട്, സ്ലാക്ക് സൈഡ് ഉണ്ട്. ഈ ഒരു കേസിൽ ഡ്രൈവിംഗ് പുള്ളി എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യണത് അതനുസരിച്ചാണ് ടൈറ്റ് സ്ലാക്ക് പറയുക. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡ്രൈവിംഗ് പുള്ളി ആണെങ്കിൽ ഇത് ടൈറ്റ് ആയിരിക്കും, കാരണം ഇവിടെ ബെൽറ്റ് എങ്ങനെ പിടിച്ച് വലിക്കും. ഇവിടെ റൊട്ടേഷൻ ക്ലോക്ക് വൈസിലാണ്, അപ്പൊ ബെൽറ്റിന് ഇവിടെയാണ് ആ ടൈറ്റ്നെസ് വരിക. സോ ദിസ് വിൽ ബി ദ ടൈറ്റ് സൈഡ്. എനിവേ ടൈറ്റ് സൈഡ് ടെൻഷൻ ഈസ് T1, സ്ലാക്ക് സൈഡ് ടെൻഷൻ ഈസ് T2. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അനുസരിച്ച് ചിലപ്പോ ടൈറ്റ് സൈഡ് മുകളിൽ വരും, ചിലപ്പോ ടൈറ്റ് സൈഡ് താഴെ വരും. എനിവേ ഇത് തമ്മിലുള്ള റേഷ്യോ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒറ്റ റിലേഷൻ ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ പഠിക്കാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻ പഠിച്ചാൽ മതി. ഈ ഒരു പർട്ടിക്കുലർ റിലേഷൻ, നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന റിലേഷൻ പഠിച്ചാൽ മതി. Ln ഈക്വൽ ടു Ln ഡിവൈഡ് Ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം, നമ്മുടെ കാൽക്കുലേറ്ററിലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. Ln ഓഫ് T1/T2 ഈക്വൽ ടു മ്യൂ തീറ്റ. മ്യൂ എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റും പുള്ളിയും തമ്മിലുള്ള കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മ്യൂ, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. തീറ്റ നേരത്തെ കണ്ടുപിടിച്ച ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പ്ലീസ് റിമെമ്പർ തീറ്റ ഷുഡ് ബി ഇൻ റേഡിയൻ. നേരത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് തീറ്റ കണ്ടുപിടിക്കാൻ ഓക്കെയാണ്. നിങ്ങളുടെ ഇക്വേഷനിൽ അഥവാ തീറ്റ ഡിഗ്രിയിൽ തരികയാണെങ്കിൽ, ഇതാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, തീറ്റ ഡിഗ്രിയിൽ തരും. പക്ഷെ എല്ലാ ഫ്രണ്ട്സും ദയവായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് റേഡിയനിലെ വാല്യൂ ആയിരിക്കണം. ഇതാണ് കൺവേർഷൻ. റേഡിയനിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഗ്രി വാല്യൂ. ഇപ്പോൾ 160 ഡിഗ്രി തീറ്റ എന്ന് പറഞ്ഞാൽ 160 ഇൻറ്റു π/180, 160 ഇൻറ്റു π/180. ആ ഡിഗ്രിയുടെ സ്ഥലത്ത് ആ ഇക്വേഷൻ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഓൾ റിമെമ്പർ ദിസ് പർട്ടിക്കുലർ ചേഞ്ച്. നോ വാട്ട് ഈസ് ദ പവർ ട്രാൻസ്മിറ്റർ? നമ്മളൊക്കെ ചെയ്യുന്നത് പവർ ട്രാൻസ്മിറ്റർ കണ്ടുപിടിക്കാനാണ് അല്ലെ. വളരെ സിമ്പിൾ ആണ്. പവർ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ T1 - T2, സ്ലാക്ക് സൈഡ് ടെൻഷനും സ്ലൈഡ് സൈഡ് ടെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങോട്ട് എടുക്കുക, അതിനെ V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് ഈ V? V എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് വെച്ചോളൂ. അതിന്റെ ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ റേഡിയസ് ഓഫ് റൊട്ടേഷൻ R, ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ നമ്മൾ ആ വീനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല രീതിയിലും, പല പേപ്പറിലും, ഫിസിക്സിലായാലും പല പേപ്പറിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. V ഈക്വൽ ടു R ഇൻറ്റു ഒമേഗ. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് റൊട്ടേഷൻ, ഒമേഗ ആംഗുലർ വെലോസിറ്റി. നമ്മൾ πdn/60 എന്നൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ലാസ്റ്റ് ഇക്വേഷൻ പവർ ട്രാൻസ്മിറ്റഡ് ഈസ് T1 - T2 ഇൻറ്റു V. T1 ടൈറ്റ് സൈഡ് ടെൻഷൻ ഇൻ ന്യൂട്ടൺ, T2 സ്ലാക്ക് സൈഡ് ടെൻഷൻ ഇൻ ന്യൂട്ടൺ, V ടാൻജൻഷ്യൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ പുള്ളി വിച്ച് ഈസ് R ഒമേഗ. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയി പഠിച്ചോളൂ. ഈ ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയി പഠിച്ചോളൂ. എന്താ ഇക്വേഷനിലുള്ളത്? V ഈക്വൽ ടു πdn/60. V ഈക്വൽ ടു πdn/60. നമ്മുടെ ഫ്ലാഷ് കാർഡ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൽ ഈ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്കറിയാം ഒരു റൊട്ടേറ്റിംഗ് ബോഡിക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഒരു റൊട്ടേഷന്റെ സെന്ററിന് പുറത്തേക്കുള്ള ഒരു ഫോഴ്സ് ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ ഈ ബെൽറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നോക്കും, കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ബെൽറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ കുറച്ച് ടെൻഷൻ കൂടും. അങ്ങനെ ഒരു എക്സ്ട്രാ ടെൻഷൻ ബെൽറ്റ് ഡ്രൈവിലുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന എക്സ്ട്രാ ടെൻഷൻ പേരിൽ തന്നെ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ് കൂട്ടുകാരെ. TC ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ടെൻഷൻ TC ഈക്വൽ ടു M × V². ആ മാസ് ഓഫ് ദ ബെൽറ്റ് വേണം. നമ്മളിപ്പോ നമ്മൾ πdn/60 എന്ന് പറഞ്ഞിട്ട് V കണ്ടുപിടിച്ചു, അത് വേണം. ഒറ്റ കേസേ ഉള്ളൂ, 10 m/s മേലെ V ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ കൺസിഡർ ചെയ്യണ്ട. ഇനി എനിവേ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ ടൈറ്റ് സൈഡിലും സ്ലാക്ക് സൈഡിലും ഈക്വൽ ആയിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ പവർ ട്രാൻസ്മിറ്ററിൽ ചേഞ്ച് ഒന്നും ഉണ്ടാക്കില്ല. നമുക്കിവിടെ ഈ ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്. ആ ഇക്വേഷൻ മാത്രം പറയാണ്. ഇതുവരെയുള്ള എല്ലാ ഇക്വേഷനും കമ്പൈൻ ചെയ്യാണ്. അതിനെ പറയുന്ന പേരാണ് ഫ്ലാഷ് കാർഡ്.
നമ്മൾ സ്കൂളിൽ ചെയ്തിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. DME പോലത്തെ ഒരു പേപ്പറിൽ ഓരോ സെക്ഷനിലും വരുന്ന ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോ ഇക്വേഷന്റെയും സൈഡിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന ടേമുകൾ എന്താണ്? എന്താണ് N2, എന്താണ് N1, എന്താണ് D1, എന്താണ് D2 വിത്ത് യൂണിറ്റ്. യൂണിറ്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റാ. വിത്ത് യൂണിറ്റ് എന്താണ് ഈ സംഭവം? വിത്ത് യൂണിറ്റ് അതങ്ങനെ എഴുതി വെക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന ലിസ്റ്റ് ഓഫ് ഇക്വേഷനെ പറയുന്ന പേരാണ് ഫ്ലാഷ് കാർഡ്. ഇത് ഉപയോഗിച്ച് ഇക്വേഷൻസ് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയും. നമ്മളൊരു ഫോട്ടോ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. നിങ്ങൾ പെട്ടെന്ന് കുറെ 4-5 പ്രാവശ്യം ഒരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ അതിൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെ ഫേസുകൾ എവിടെയാന്ന് നിങ്ങൾക്ക് ഒരു ഓർമ്മ പെട്ടെന്ന് ഉണ്ടായിരിക്കും. കാരണം ആ പവർ നമുക്കുണ്ട്. അങ്ങനത്തെ ഫ്ലാഷ് കാർഡുകൾ അല്ലെങ്കിൽ ചെറിയ പേപ്പറിൽ നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഒരു സെപ്പറേറ്റ് ഏരിയയിൽ ഇക്വേഷൻസ് എഴുതി വെച്ച് ഓരോ ടേമും എന്താണ് വിത്ത് യൂണിറ്റ് ഈ മെത്തേഡിൽ പഠിച്ചാൽ അനലറ്റിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇക്വേഷൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് വരും. വെലോസിറ്റി റേഷ്യോക്ക് ഈ 2 ഇക്വേഷൻ, ഫസ്റ്റ് 2 ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. അതാണ് എപ്പോഴും വരിക. ലാസ്റ്റ് 3 വർഷത്തിൽ നോക്കുമ്പോൾ 2 പ്രാവശ്യം ഈ എക്സ്ട്രാ ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഫ്ലാഷ് കാർഡ് ഈ മെറ്റീരിയലിൽ നിന്ന് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ഷെയർ ചെയ്യുമ്പോൾ അതൊന്ന് പഠിക്കാം കേട്ടോ. ഇതാണ് മെയിൻ വെലോസിറ്റി റേഷ്യോ. നമ്പർ 1 ക്വസ്റ്റ്യൻ. നമ്പർ 2 ക്വസ്റ്റ്യൻ ലെങ്ത് ഓഫ് ബെൽറ്റ് ആൻഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. നമുക്കറിയാം ഈ 2 പർട്ടിക്കുലർ കേസിലും ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിനും ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനും വ്യത്യാസമുണ്ട്. ഇത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിനാണ്. ഇത് ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിനാണ്, അല്ലെങ്കിൽ ട്വിസ്റ്റ് ബെൽറ്റ് ഡ്രൈവിനാണ്. അപ്പോൾ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിന് ഒരു മൈനസ് സൈൻ ആണ് ഇവിടെ വരിക. ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ പ്ലസ് സൈൻ വരികയാണെങ്കിൽ ക്രോസ്ഡ്. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ മതി, ഓപ്പണിന്റെ പഠിച്ചാൽ മതി. അതിൽ എവിടെയൊക്കെ മൈനസ് വരും എന്നുള്ളത് മാത്രം ഒന്ന് റിമൈൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഫ്ലാഷ് കാർഡ് എഴുതുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി. ഇങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഇത് എഴുതുമ്പോൾ ഒരു ബ്ലാക്ക് പെന്നും റെഡ് പെന്നും യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് കൂട്ടുകാരെ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. 3-4 പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ അത് സംഭവം ക്ലിയർ ആണ്. ഇതൊരു സയന്റിഫിക് മെത്തേഡാണ്. ഫോട്ടോഗ്രാഫിക് മെമ്മറി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. നമ്മുടെ എക്സ്പീരിയൻസിൽ ഞങ്ങളുടെ കോളേജിൽ കുറെ പേർക്ക് ഇത് ട്രൈ ചെയ്തിട്ട് അവർക്ക് വളരെയധികം സക്സസ് ഉണ്ടായിട്ടുണ്ട്. ഇക്വേഷൻ പെട്ടെന്ന് പഠിക്കാനും ഓർത്തെടുക്കാനും. അത് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ടൈറ്റ് സൈഡ് ടെൻഷന്റെയും സ്ലാക്ക് സൈഡ് ടെൻഷന്റെയും ഇക്വേഷൻ ആവശ്യമുണ്ട്, എന്തായാലും ആവശ്യമുണ്ട്. അവിടെ എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കേണ്ടത് തീറ്റ റേഡിയനിലാണ്. ക്വസ്റ്റ്യനിൽ ഡിഗ്രിയിൽ തന്നാൽ റേഡിയനിൽ കൺവെർട്ട് ചെയ്യണം. അത് മാത്രം ശ്രദ്ധിക്കുക. ഇത് പല ബുക്കുകളിലും വ്യക്തമായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആൾക്കാർ തെറ്റായിട്ട് ആൻസർ ചെയ്യണത് ഞങ്ങൾ വാല്യുവേഷനിൽ മുന്നേ കണ്ടിട്ടുണ്ട്. ഇനി പവർ ട്രാൻസ്മിറ്റഡ് വളരെ സിമ്പിൾ എക്സ്പ്രഷൻ ആണ്. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ T=mv². ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. ഇനി നമുക്ക് 15 മിനിറ്റ് ആണുള്ളത്. അതിൽ നമ്മൾ വി ബെൽറ്റ് ഡ്രൈവിനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമ്മുടെ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ പവർ ട്രാൻസ്മിറ്ററിന്റെ ഇക്വേഷൻ ഒക്കെ കണ്ടു. ഒരു കാര്യം മാത്രം ഒന്നും കൂടി പറയാം, കാരണം ടൈം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും കൂടി പോവാണ് കേട്ടോ. നിങ്ങളുടെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തു. ആ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ ടൈറ്റ് സൈഡ് ടെൻഷൻ ഉണ്ടായിരിക്കും. അതിനെ T എന്ന് തന്നെ വിചാരിച്ചോളൂ. നമ്മൾ T1 എന്നാണ് പറയാ സാധാരണ. ചിലപ്പോ ആ ബെൽറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കബിൾ ടെൻഷൻ ഉണ്ടായിരിക്കും. അത് ടൈറ്റ് സൈഡ് ടെൻഷന്റെ കുറച്ച് കൂടുതലായിരിക്കും. എനിവേ ഒരു മാക്സിമം അപ്ലിക്കബിൾ ടെൻഷൻ ഒരു ബെൽറ്റിന്റെ കേസിൽ ഉണ്ടായിരിക്കും. പൊതുവെ ടൈറ്റ് സൈഡ് ടെൻഷൻ ആണ് എടുക്കാറ്. ഇനി ചില ക്വസ്റ്റ്യനിൽ മാക്സിമം അപ്ലിക്കബിൾ ടെൻഷൻ, മാക്സിമം പെർമിസിബിൾ ടെൻഷൻ തരികയാണെങ്കിൽ ആ വാല്യൂ എടുത്തോളൂ. അപ്പൊ ചിലപ്പോ അത് T1 ആയിരിക്കും, ചിലപ്പോ ഒരു വേറെ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ, T എന്നുള്ള ഒരു സെപ്പറേറ്റ് ഡിനോഷനിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. T മോസ്റ്റ്ലി T1 ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങളുടെ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ മാക്സിമം ടെൻഷന്റെ by 3 ആണെങ്കിൽ മാക്സിമം അപ്ലിക്കബിൾ ടെൻഷന്റെ 1/3 ആണ് നിങ്ങളുടെ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. നിങ്ങൾക്ക് അങ്ങനെ ബെൽറ്റിന്റെ മാസ്, ബെൽറ്റിന്റെ വെലോസിറ്റി അതനുസരിച്ച് ഡിസൈൻ ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് സിസ്റ്റം ഡിസൈൻ ചെയ്യും. ആ ബെൽറ്റ് എത്ര മാസ് വേണം, എത്ര വെലോസിറ്റി വേണം. നിങ്ങൾക്ക് പവർ ട്രാൻസ്മിറ്റഡ് മാക്സിമം ആക്കണമെങ്കിൽ നിങ്ങൾ ആ മാക്സിമം അപ്ലിക്കബിൾ ടെൻഷന്റെ 1/3 എടുക്കുക. മാക്സിമം അപ്ലിക്കബിൾ ടെൻഷന്റെ 1/3 എടുത്തിട്ട് ആ 1/3 സെൻട്രിഫ്യൂഗൽ ടെൻഷൻ വരുന്ന രീതിയിലുള്ള മാസും വെലോസിറ്റിയും നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ, അതിനനുസരിച്ചുള്ള ഡെസിഗ്നേഷൻസ് സെലക്ട് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? പവർ ട്രാൻസ്മിറ്റഡ് വിൽ ബി മാക്സിമം. സോ വി ആർ ആഡിങ് ദ ഫൈനൽ പോയിന്റ്. ഫോർ മാക്സിമം പവർ ടു ബി ട്രാൻസ്മിറ്റഡ്, centrifugal tension should be 1/3 of the maximum permissible, maximum applicable tension. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെഷൻ. ഫ്ലാഷ് കാർഡ് ദയവായിട്ട് ഈ കാർഡിലെ കാര്യങ്ങളും അടുത്ത കാർഡിലെ കാര്യങ്ങളും നിങ്ങൾ ദയവായിട്ട് നോട്ട് ചെയ്തോളൂ. ഇത് നോട്ട് ചെയ്താൽ പൊതുവെ തിയറി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇത് കേട്ട ഒരു എക്സ്പീരിയൻസിൽ എഴുതാൻ സാധിക്കും. പ്രോബ്ലംസ് ചെയ്യാൻ ഓൾറെഡി എല്ലാ സാറുമാരും അനലറ്റിക്കൽ മെത്തേഡ് പറഞ്ഞു തന്നു. ക്വസ്റ്റ്യൻ വായിക്കുക, തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, നമുക്ക് ഏത് യൂണിറ്റ് ആണോ അവിടെ ഉപയോഗിക്കേണ്ടത് അത് കറക്റ്റ് ആയിട്ട് എഴുതുക, ഏത് ഇക്വേഷൻ ആണോ വേണ്ടത് അതിനെ കറക്റ്റ് ആയിട്ട് എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് മാത്രമാണ് അനലറ്റിക്കൽ ക്വസ്റ്റ്യന്റെ ഒരു മെത്തേഡ്. സാധാരണ തെറ്റ് യൂണിറ്റ് ആണ്. അത് വീണ്ടും പറഞ്ഞു. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇക്വേഷൻ പഠിക്കാനോ ഓർത്തെടുക്കാനോ ഉള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. യാതൊരു മാൽ പ്രാക്ടീസും വേണ്ട. നിങ്ങൾ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി അതിൽ ഓരോ ഇക്വേഷൻ എഴുതി ഓരോ ടേം എന്ത് യൂണിറ്റ് വ്യക്തമായിട്ട് എഴുതിക്കോളൂ. 4 or 5 പ്രാവശ്യം അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ അത് പോയിട്ടുണ്ടാവും. ഒരിക്കലും ഇക്വേഷൻ ഓർത്തെടുക്കാനോ അതിന്റെ യൂണിറ്റ്സിനോ ഡൗട്ട് ഉണ്ടാവില്ല. അനലറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് വി ബെൽറ്റിൽ പോവാം. വി ബെൽറ്റ് നമ്മൾ കണ്ടു, ഗ്രൂഡ് പുള്ളിയിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ബെൽറ്റുകൾ കണക്ട് ചെയ്യും. നമ്മൾ സാധാരണ നമ്മുടെ ഓട്ടോമൊബൈൽസിന്റെ കേസിലൊക്കെ പൊതുവെ ഓൾട്ടർനേറ്ററിലോ അല്ലെങ്കിൽ വാട്ടർ പമ്പിന്റെ കേസിലോ ആ ഡ്രൈവിംഗ് മെക്കാനിക്സിലൊക്കെ വി ബെൽറ്റ് ആണ് ഉണ്ടാവുക. അതിന്റെ ഒറ്റ കേസേ ഉള്ളൂ, ബെൽറ്റ്സ് ആർ ട്രപ്പിസോയിഡൽ ഷേപ്പ് ആൻഡ് ഹൈ വെലോസിറ്റി റേഷ്യോസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. സാധാരണഗതിയിൽ അതിനൊരു ഗ്രൂ ഉണ്ടായിരിക്കും. ആ ഗ്രൂവിന്റെ അടിയിൽ ടച്ച് ആയാൽ ബെൽറ്റ് ലൂസായി എന്നാണ് മീനിങ്. പിന്നെ ആ ബെൽറ്റ് നിങ്ങൾ മാറ്റണം. ആ ബെൽറ്റിന്റെ ടെൻഷൻ എപ്പോഴും ചെക്ക് ചെയ്യും. നമ്മളൊക്കെ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇനി അഥവാ ഒരു 4 ബെൽറ്റ് ആ സിസ്റ്റത്തിലുണ്ട്, ഒരെണ്ണം ഫെയിലായി, നിങ്ങൾ എല്ലാ ബെൽറ്റും മാറ്റണം. കാരണം അതിലെ യൂണിഫോം ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പൊട്ടിയ ബെൽറ്റ് മാത്രം മാറ്റുകയാണെങ്കിൽ ആ സിസ്റ്റം പ്രോപ്പർ ആവില്ല. ഈ ഒരു 4 പോയിന്റിന്റെ ഒപ്പം ഇവിടെ T1/T2 നമ്മൾ നേരത്തെ ഒരു കണ്ട ഇക്വേഷന് ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഇതുവരെ പ്രോബ്ലം കണ്ടിട്ടില്ല ഇതിന്റെ, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കുന്നില്ല. നിങ്ങളുടെ ആ പുള്ളി ഉണ്ടായിരിക്കും, വി ബെൽറ്റ് ഇരിക്കുന്ന പുള്ളി. ആ പുള്ളിയുടെ ഇന്റർ ആംഗിൾ ആണ് 2β എന്ന് പറയാം. ഇന്റർ ആംഗിൾ ഓഫ് വി ബെൽറ്റ് പുള്ളി. വി ബെൽറ്റിന് ഇങ്ങനെ ഒരു ഗ്രൂവ് ഉണ്ടായിരിക്കും പുള്ളിയിൽ. അതിലാണ് നമ്മുടെ ബെൽറ്റ് മൗണ്ട് ചെയ്യുക. ആ ബെൽറ്റിന്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും. ട്രപ്പിസോയിഡൽ ഷേപ്പ്, ട്രപ്പിസോയിഡൽ എന്ന് പറയും. ആ ട്രപ്പിസോയിഡൽ ഷേപ്പ് ആയിരിക്കും. ഈ ബെൽറ്റ് ഒരിക്കലും താഴെ ടച്ച് ആവാൻ പാടില്ല. ഈ പുള്ളിയുടെ ബോട്ടത്തിൽ ടച്ച് ആവാൻ പാടില്ല. ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് ദി പുള്ളി എന്ന് പറഞ്ഞാൽ 2β. ഇതുള്ള ഒരു ഇക്വേഷൻ ആണ്. സിലബസിൽ പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാത്തത് കൊണ്ട് ഞാൻ അധികം സ്ട്രെസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി റോപ്പ് ഡ്രൈവും കൂടി നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പറയണം. കാരണം 3 ടൈപ്പ് അല്ലേ ബെൽറ്റ് ഉള്ളത്. ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ട്, വി ബെൽറ്റ് ഉണ്ട്, സർക്കുലർ ബെൽറ്റ് ഉണ്ട്. അതാണ് റോപ്പ്. റോപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വയർ റോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെഗ്രഗേഷൻ ഓർ എ അസംബ്ലി, വൗണ്ട് അസംബ്ലി ഓഫ് സ്ട്രാൻഡ്സ്. കുറെ സ്ട്രാൻഡുകൾ ഉണ്ടാവും. ഈ ഓരോ സ്ട്രാൻഡിലും ഒരു ഡെഫിനിറ്റ് വയറുകൾ ഉണ്ടാവും. അപ്പൊ ഒരു 25 വയർ കൂട്ടിയിട്ടായിരിക്കും ഒരു ചെറിയ ഒരു സ്ട്രാൻഡിനെ ഉണ്ടാക്കിയിരിക്കുക. ഇങ്ങനത്തെ സ്ട്രാൻഡിനെ വൈൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ റോപ്പ് ഉണ്ടാക്കുക. ഇത് വയർ റോപ്പ് മാത്രമല്ല കേട്ടോ, ഫൈബർ റോപ്പുകളും അങ്ങനെ തന്നെയാണ്. റോപ്പ് ഡ്രൈവ് സാധാരണ ഫൈബർ റോപ്പുകളോ വയർ റോപ്പുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അതിലും ആ പുള്ളിക്ക് ഗ്രൂവ് ഉണ്ടാവണം. അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ, നേരത്തെ പറഞ്ഞ ഇൻക്ലൂഡഡ് ആംഗിൾ 45 ഡിഗ്രി ആണ്. ഇതൊക്കെ സാധാരണ കമ്പാരിസന് വേണ്ടി മാത്രം പറയുന്നതാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കാണാറില്ല. ഒറ്റ കേസ്, റോപ്സ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ 1 number into another number. എക്സാമ്പിൾ 6 into 25. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്, 25 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വയേഴ്സ് ഇൻ ഈച്ച് സ്ട്രാൻഡ്. 6 is number of strand, 25 is number of wires in each strand. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് ഏകദേശമായി. ഒറ്റ തിയറി ക്വസ്റ്റ്യനേ ഉള്ളൂ, അത് ചെയിൻ ഡ്രൈവിന്റെ കേസിലാണ്. ചെയിൻ ഡ്രൈവിന്റെ കേസിൽ നമ്മുടെ സിലബസിൽ പറയുന്നതും മുന്നേ ചോദിച്ച ഒറ്റ ക്വസ്റ്റ്യനാണ്, കമ്പാരിസൺ ഓഫ് ചെയിൻ ഡ്രൈവ് വിത്ത് ബെൽറ്റ് ഡ്രൈവ്.
പൊതുവെ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ കമ്പാരിസണോ ആണ് വരാറുള്ളത്. നമുക്കറിയാലോ ചെയിൻ ഡ്രൈവ് ഒക്കെ നമ്മൾ നമ്മുടെ ബൈസിക്കിൾസിൽ അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിലൊക്കെ കാണുന്നതല്ലേ. ഒരു ചെറിയ സ്പ്രോക്കറ്റ് ഉണ്ടാവും, ഒരു വലിയ സ്പ്രോക്കറ്റ് ഉണ്ടാവും. ഈ രണ്ട് സ്പ്രോക്കറ്റ് തമ്മിൽ ലിങ്കേജ്, ചെയിൻ ലിങ്കേജ് ഉണ്ടായിരിക്കും. ഈ ലിങ്കേജ് ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് ബെൽറ്റിലെ പോലെ സ്ലിപ്പിംഗ് ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് തേയ്മാനം വന്നാൽ മാത്രമേ സ്ലിപ്പിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ ലിങ്ക് കുറെ കാലം കഴിഞ്ഞാൽ ലിങ്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കും അല്ലെ. അതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ മാത്രമുള്ള പ്രശ്നം. നോർമൽ ലെവലിൽ ആ ഫ്രിക്ഷണൽ ഗ്രിപ്പ് അല്ലെങ്കിൽ ആ എൻഗേജ്മെന്റ് പ്രോപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേണ്ടത് സിലബസിൽ പറയുന്നതും പ്രീവിയസ്ലി വന്നിട്ടുള്ളതും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ചെയിൻ ഡ്രൈവ്. ഇതാണ് എപ്പോഴും വരാറുള്ളത്. കമ്പാരിസൺ ബിറ്റ്വീൻ ചെയിൻ ഡ്രൈവ് ആൻഡ് ബെൽറ്റ് ഡ്രൈവ് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പൊ കുറെ പോയിന്റുകൾ നമുക്ക് പറയാം, നമുക്ക് തന്നെ നാച്ചുറലി പറയാം. ഷാഫ്റ്റുകളുടെ ഡിസ്റ്റൻസ് കുറച്ച് കുറവാണെങ്കിലാണ് യൂസ് ചെയ്യാം. അതിന് സ്ലിപ്പ് ഉണ്ടാവില്ല. അത് പെർഫെക്റ്റ് വെലോസിറ്റി റേഷ്യോ കിട്ടും. വിചാരിച്ച വെലോസിറ്റിയിൽ ഫോളോവറിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അവിടെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി വളരെ ഹൈ ആയിരിക്കും. നമ്മുടെ സ്പർ ഗിയർ മെക്കാനിസം പോലെ തന്നെ പ്രോപ്പർ എൻഗേജ്മെന്റ്, മെറ്റാലിക് എൻഗേജ്മെന്റ് ആണ്. അത് പ്രോപ്പർ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ആയിരിക്കും. വേറെ സർവീസ് പ്രോബ്ലംസ് ഉണ്ടാവില്ല. കോമ്പാക്ട് സിസ്റ്റം ആണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. കോസ്റ്റ്ലി പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ അഥവാ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ഒരു ബെൽറ്റ് ഡ്രൈവിന്റെ അവിടെ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറഞ്ഞാലും നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യിക്കാം. പിന്നെ അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവും. ചെയിൻ ബ്രേക്ക് ആയാൽ പിന്നെ ഫർദർ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ചെയിന്റെ ഡിസൈൻ പ്രോപ്പർ ആയിരിക്കണം. അവിടുത്തെ അപ്ലിക്കേഷൻ അനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ. നാച്ചുറലി നമുക്കൊക്കെ അറിയാവുന്ന ഒരു 3 അഡ്വാൻറ്റേജ് 3 ഡിസഡ്വാൻറ്റേജ് ആണ് എക്സാമിന് വേണ്ടി വരിക. അപ്പോ കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് റിവിഷൻ സെഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? സിലബസ് നോക്കി. അപ്പോൾ ഒരു കാര്യം, സപ്ലിമെന്ററി അറ്റൻഡ് ചെയ്യുന്ന ആ ഫ്രണ്ട്സിന്റെ കോൺഫിഡൻസിന് വേണ്ടി പറയാണ്, 4 മൊഡ്യൂളിൽ നിന്നും 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ മൊഡ്യൂളിലും നമ്മുടെ റിവിഷൻ മെറ്റീരിയലോ അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടോ താല്പര്യം ഉപയോഗിച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. പഠിക്കുന്നത് വ്യക്തമായി പഠിക്കണം, കൺസെപ്റ്റുകൾ വ്യക്തമായി പഠിക്കണം, ഇക്വേഷൻസ് വ്യക്തമായിട്ട് എഴുതി വെച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഒരു രീതിയിലും ഫെയിലിയർ ആവുന്നത് പോയിട്ട് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള ഒരു ഷുവർട്ടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 75 ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടു. അവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരികയാണ് കേട്ടോ. സോ വി ഹാവ് ഡൺ അവർ ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്, ടൈപ്സ് ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്സ്, വെലോസിറ്റി റേഷ്യോ, സ്ലിപ്പ്, ക്രീപ്പ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ, ലെങ്ത് ഓഫ് ബെൽറ്റ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട്, റേഷ്യോ ഓഫ് ടെൻഷൻ, പവർ ട്രാൻസ്മിറ്റർ. ആദ്യത്തെ ഒരു സെറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്ലാഷ് കാർഡ് കണ്ടു. ആ ഫ്ലാഷ് കാർഡിൽ 2 ഫ്ലാഷ് കാർഡ് കണ്ടു. ആ രീതിയിൽ നിങ്ങൾ ഇക്വേഷൻസ് എഴുതി വെച്ച് ഓരോ ടേം വിത്ത് യൂണിറ്റ് എഴുതി വെച്ച് ഓരോ ടേം എന്താണ് അതിന്റെ യൂണിറ്റ് അങ്ങനെ എഴുതി വെച്ച ഒരു നോട്ട്ബുക്കിൽ തന്നെ എഴുതി വ്യക്തമായിട്ട് വെച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നേരത്തെ കണ്ട മാതിരി ആ ഒരു റെഡ് കളറോ ഗ്രീൻ കളറോ ഒക്കെ ഉപയോഗിച്ച് ആ കമ്പാരിസണിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ റാപ്പിഡ് ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇക്വേഷൻസ് പഠിക്കാൻ പറ്റും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു വേറെ പ്രശ്നമില്ല. പിന്നെ ചെറിയ മൈനർ പാർട്ട് കണ്ടു, വി ബെൽറ്റ് ഡ്രൈവ്, സർക്കുലർ ബെൽറ്റ് ഡ്രൈവ്, ആൻഡ് വി ജസ്റ്റ് കമ്പയർഡ് പെരിഫറലി ചെയിൻ ഡ്രൈവ്സ് ഓവർ ബെൽറ്റ് ഡ്രൈവ്. ഫൈൻ സാർ, ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്താണ് സ്ലിപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടൈറ്റ് ആൻഡ് സ്ലാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനെ നോക്കാം അല്ലേ സാറേ? സ്ലിപ്പും വെലോസിറ്റി കോമ്പൗണ്ട് അല്ലെങ്കിൽ സിമ്പിൾ ബെൽറ്റ് ഡ്രൈവിൽ തന്നെ ആയിരിക്കും. അപ്പൊ സ്ലിപ്പ് നമുക്ക് ആദ്യം നോക്കാം. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, സ്ലിപ്പ് ആവുക. നമ്മൾ നടക്കുമ്പോൾ എപ്പോഴാണ് സ്ലിപ്പ് ആവുക? പ്രോപ്പർ ആയിട്ടുള്ള ഗ്രിപ്പ്, പ്രോപ്പർ ആയിട്ടുള്ള ഫ്രിക്ഷണൽ ഗ്രിപ്പ് നമ്മുടെ ഫുട്വെയറിന്റെ താഴെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സർഫസിൽ സ്ലിപ്പ് ആവില്ല. ഗ്രിപ്പ് കുറവായിരിക്കും, ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറവാണെങ്കിൽ അവിടെ സ്ലിപ്പ് ആവും. അപ്പോ നമ്മുടെ ബെൽറ്റ് കുറച്ചു കാലം യൂസ് ചെയ്യുമ്പോൾ അതിന് എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടാവും. അത് ഫ്ലെക്സിബിൾ എലിമെന്റ് ആണ്. സാധാരണഗതിയിൽ ക്ലോത്തോ അല്ലെങ്കിൽ ഫൈബറോ അങ്ങനത്തെ എലിമെന്റ്സ് കൊണ്ടാണ് നിങ്ങളുടെ ബെൽറ്റ് റബ്ബറൊക്കെയാണ് സാധാരണ ബെൽറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പൊ അത് കുറച്ച് എക്സ്റ്റെൻഡ് ആകുമ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കുറയും. അത് കാരണം നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് വെലോസിറ്റി കിട്ടില്ല. ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് സ്ലിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു ബെൽറ്റ് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, ആ ബെൽറ്റിന്റെ കേസിൽ നമ്മളൊരു ഏറ്റവും സിമ്പിൾ കേസ് എടുത്താൽ ഒരു ഡ്രൈവർ പുള്ളി ഉണ്ട്, ഒരു ഡ്രിവൺ പുള്ളി ഉണ്ട്.
ഓക്കെ, ഡ്രൈവർ പുള്ളി നിങ്ങളുടെ മോട്ടോർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ ഉപയോഗിച്ചോ എഞ്ചിൻ ഷാഫ്റ്റ് കൊണ്ടോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഡ്രിവൺ പുള്ളിയാണ് നിങ്ങളുടെ മെഷീന്റെ പുള്ളി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രൈവർ പുള്ളി അതിന്റെ സൈസ്, ഡ്രിവൺ പുള്ളി അതിന്റെ സൈസ്, ഇതിന്റെയൊക്കെ RPM നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഡിസൈഡ് ചെയ്തേണ്ട ഡിസൈൻ വഴി ഫിക്സ് ചെയ്യേണ്ട ചില പാരാമീറ്റേഴ്സ് ആണ് N1, D1, N2, D2. ഇത് പാരാമീറ്റേഴ്സ് നിങ്ങൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ആ RPM റേഞ്ചിനനുസരിച്ച് വേണം നിങ്ങൾ ആ പുള്ളി ഡയാമീറ്റേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഡിസൈനിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് വെലോസിറ്റി റേഷ്യോ. ആ വെലോസിറ്റി റേഷ്യോ അനുസരിച്ചാണ് ഫർദർ ആയിട്ടുള്ള ഡിസൈൻ സ്റ്റേജസിൽ യൂസ് ചെയ്യുക. വെലോസിറ്റി റേഷ്യോ സാധാരണഗതിയിൽ സ്പീഡ് ഓഫ് ഫോളോവർ ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ, അതാണ് വെലോസിറ്റി റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലാക്ക് സൈഡ് എന്താണെന്ന് ചോദിച്ചു. എങ്ങനെയാ വരണത് അല്ലെ? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്രീപ്പ് പറഞ്ഞ രീതിയിൽ തന്നെ അത് പറയാം. നോക്കിക്കോളൂ, ഈ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യാണേ. ഈ ഡ്രൈവർ പുള്ളി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോളൂ. ഈ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഡ്രൈവർ പുള്ളി ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യണത്. ഓക്കെ ഓക്കെ, ഈ ഡ്രൈവർ പുള്ളി ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പുള്ളി ഈ ബെൽറ്റിനെ അങ്ങോട്ട് വലിക്കും. നിങ്ങൾ ഈ ഒരു സിമ്പിൾ നാച്ചുറലായ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഡ്രൈവർ പുള്ളി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബെൽറ്റിനെ അവിടെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഈ താഴെയുള്ള ഭാഗത്ത് ഈ ഒരു കേസിൽ ടൈറ്റ് സൈഡ് വരും. പക്ഷേ ഈ ഡ്രൈവർ പുള്ളി അങ്ങോട്ട് വിടുമ്പോൾ അവിടെ ഡ്രൈവിംഗ് ഇല്ല, അത് റിലീസിങ് ആണ്. അതുകൊണ്ട് അവിടെ ടൈറ്റ്നെസ് കുറയും. ഇതാണ് നമ്മുടെ പൊതുവായ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇനി ഈ ഒരു ഫിഗറിൽ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഒരു ഫിഗറിൽ ഈ ഒരു കേസിൽ ഡ്രൈവിംഗ് പുള്ളി ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബെൽറ്റിനെ എങ്ങനെ വലിക്കും. അങ്ങനെ ആ ഒരു ഫ്രിക്ഷണൽ ടെൻഷൻ കാരണം, ആ ഫ്രിക്ഷണൽ മൂവ്മെന്റ് കാരണമാണ് നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള മെക്കാനിസം ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ടൈറ്റ്നെസ് ഉണ്ടാവും, ഇവിടെ ലൂസ്നെസ് ഉണ്ടാവും. ടൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ടെൻഷൻ കൂടുതലായിരിക്കും, ലൂസായ ഭാഗത്ത് ടെൻഷൻ കുറവായിരിക്കും. സാറേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവ ക്ലാസ് നല്ല എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്കിൽ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ ഈസി ആയിട്ട് മനസ്സിലായി, അങ്ങനെ ഉള്ള ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമോ? 1 മണിക്കൂർ ആയിട്ടുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യാം സാർ, വേറെ ഒന്നുമില്ല. അപ്പൊ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഇനി ഇത് കുറച്ചുപേര് ഒരു പെരിഫറൽ ആസ്പെക്റ്റിൽ ഇപ്പൊ ഫൈനൽ ഇയർ പഠിക്കുന്ന കുറച്ച് കുട്ടികളെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി കാണുന്നുണ്ടായിരിക്കും. അവരും നിങ്ങളുടെ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് അറിഞ്ഞ് ആ ഒരു താല്പര്യം കാണിച്ചു പഠിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഫീൽഡിൽ വളരെയധികം ഷൈൻ ചെയ്യും, വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കൈകാര്യം ചെയ്തത് സി ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് ചേലക്കര. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പാനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ശ്രീ വിഷ്ണു SK, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ചേലക്കര. അതുപോലെ തന്നെ ഷൈൻ CS, ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC ആറ്റിങ്ങൽ. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീ അനൂം സർ HOD ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് GPTC മഞ്ചേരി. അതോടൊപ്പം തന്നെ ഈ ഒരു സെക്ഷൻ, അതായത് നമ്മളിപ്പോ 6 സെക്ഷൻ റിവിഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചേലക്കരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ CPTയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ആറ്റിങ്ങലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ വർക്ക് ചെയ്ത സമയത്തുള്ള കുട്ടികളാണെങ്കിലും അത് ഇപ്പൊ ഉള്ള പാസ് ഔട്ട് ആയ കുട്ടികളാണെങ്കിലും അവർക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു DMEയിൽ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ, ഈ 6 സെക്ഷനും അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ 6 സെക്ഷനും നമുക്ക് ഫലപ്രദമായി കണ്ടക്ട് ചെയ്യാൻ പറ്റി. കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാ സഹകരണം ചെയ്തു തന്ന നമ്മുടെ മെക്കാനിക്കൽ ഓൺലൈൻ ക്ലാസ്സസിന്റെ മെക്കാനിക്കലിന്റെ കോർഡിനേറ്ററായ ശ്രീ അനൂപ് സാർ, HOD GPTC മഞ്ചേരി. അതോടൊപ്പം തന്നെ സിറ്റർ കളമശ്ശേരി, അതുപോലെ തന്നെ അസാബ് കേരള, മറ്റു സഹപ്രവർത്തകർ, എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ, നമ്മുടെ ഈ 6 സെക്ഷനും
കണ്ടക്ട് ചെയ്യാൻ പറ്റിയതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പൻസിന് നമ്മുടെ എല്ലാ സെഷന്റെയും വീഡിയോസ് ഇപ്പോൾ ലൈവായിട്ട് നടക്കുന്ന റെഗുലർ ക്ലാസിന്റെയും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസിന്റെയും GPTC മഞ്ചേരി പോളിടെക്നിക് എന്നുള്ള യൂട്യൂബ് ലിങ്കിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ നോട്ട്സ് വേണമെന്നുള്ള എല്ലാവർക്കും അതായത് HOD ട്യൂട്ടർമാർക്കും അതോടൊപ്പം തന്നെ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ നമുക്ക് വാട്സപ്പ് തന്നിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്ത എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അത് അയച്ചു തരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആകുന്നതാണ്. അപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാവട്ടെ. നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.